ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G. നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ മുമ്പ് വണ്ടി ചെയ്തു പോയിരുന്നതാണ്. ഏകദേശം ഒരു 16,000 രൂപ അടുത്തൊക്കെ ബില്ല് വന്ന വർക്കാണ്. അത്യാവശ്യം കുറച്ച് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജനറലായിട്ട് സർവീസ് കുറേ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം അന്ന് നമ്മൾ കാർബറേറ്ററൊക്കെ നയിച്ച് ക്ലീൻ ചെയ്ത് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ടൊക്കെ വന്നിരുന്നതാണ്. കാർബറേറ്ററൊക്കെ നയിച്ച് ക്ലീൻ ചെയ്തതാണ്. അന്നത്തെ ആ സർവീസിന് വേണ്ടിയിട്ട് എടുത്തപ്പോൾ അതിൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. E20 എന്ന് പറയുന്ന പെട്രോൾ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ വണ്ടിക്ക് വരാൻ സാധ്യതയുള്ള കംപ്ലൈൻറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ആ ഒരു കംപ്ലൈൻറ്റും കൊണ്ടാണ് അന്ന് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് തന്നെ വന്നത്. വീണ്ടും അത് റിപ്പീറ്റ് ഇപ്പോൾ ഒരു പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയി വണ്ടി എടുത്തു. ഇതന്ന് ജെറ്റൊക്കെ മാറ്റി പുതിയ ജെറ്റ് ഇട്ടാൽ നിസ്സാര ദിവസങ്ങളായിട്ടുള്ളൂ. ഇതുമ്പോൾ നോക്കുമ്പോൾ അറിയാം, ഭാഗമൊക്കെ ഇതായിട്ടിരിക്കുകയാണ്. ഈ ഒരു പൊടി പോലെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മൊത്തം പൊടിഞ്ഞിട്ട് പോരും. ആ ഒരവസ്ഥയിൽ ജെറ്റ് ബ്ലോക്കായി, ഫ്ലോട്ട് വാൽവ് കയറി സ്റ്റക്കായി, പെട്രോൾ ഓവർഫ്ലോ ആയി. ഇതിനകത്ത് നിലവിൽ ഒരു മെക്കാനിക് എന്ന നിലയിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മൾ കമ്പനി പാർട്സുകൾ, ഒറിജിനൽ പാർട്സുകൾ മേടിച്ച് സെറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. കമ്പനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽപ്പന നടത്തുക എന്നുള്ളതാണ് കമ്പനിയുടെ ഇത്. പക്ഷേ അതിനിടയിൽ പ്രോബ്ലമായിട്ട് വരുന്നത് ഈ പെട്രോളാണ്. E20 എന്ന് പറയുന്ന പെട്രോൾ ഉപയോഗിക്കും 20% എത്തനോൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ കാർബറേറ്റർ എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ അലുമിനിയമാണ്. അലുമിനിയം തമ്മിൽ കെമിക്കൽ റിയാക്ഷൻസ് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്ലോട്ട് വാൽവൊക്കെ അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോവാം. ഇതിൻ്റെ കറക്റ്റ് ഈ ഡിപ്പിനകത്തേക്ക് നോക്കുമ്പോൾ അറിയാം, റബ്ബറിൻ്റെ ഒരു കൂർത്ത മുന പോലെ ഉണ്ടോ, അതൊക്കെ എൻ്റെ ഒരു വാൽവ് യൂണിറ്റാണ്. അത് ഹോൾ അടച്ചു വയ്ക്കുന്നതാണ്. ആ സാധനം, ആ റബ്ബറൊക്കെ കംപ്ലൈൻറ്റ് വരാം. അതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വണ്ടിക്കും വന്നേക്കുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ കാർബറേറ്റർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ നിസ്സാര ദിവസമായിട്ടുള്ള റിപ്പയർ ചെയ്തിട്ട് വീണ്ടും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കസ്റ്റമറുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. 16,000 രൂപ മുടക്കി ചെയ്ത കേസാണ്. പക്ഷേ മുടക്കി എന്ന് പറഞ്ഞാൽ കാർബറേറ്ററിനും അല്ല ചെയ്തേക്കണം കേട്ടോ. വണ്ടി മൊത്തത്തിൽ ടോട്ടലി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കംപ്ലൈൻറ്റ് വന്നുമ്പോൾ നമ്മൾ അപ്പോൾ മെക്കാനിക് എന്ന നിലയിൽ നമ്മളെ സ്ഥാപനം ചെയ്ത ഈ ഒരു വർക്ക് നമ്മൾ ചോദ്യം ചെയ്യപ്പെടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളല്ല അതിനകത്ത് കുറ്റക്കാർ. നല്ല പെട്രോൾ ഉപയോഗിച്ചാൽ നമ്മുടെ വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഇല്ല. നല്ല പെട്രോൾ ഉപയോഗിക്കണമെന്നിട്ട് നമ്മുടെ വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരില്ല. പക്ഷേ ഈ പെട്രോൾ ഓൾറെഡി പണ്ട് കാലത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പെട്രോൾ പമ്പുകളിലൊക്കെ മായം ചേർത്ത പെട്രോൾ കിട്ടുന്നു. ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോട് കൂടിയിട്ടാണ് ഇങ്ങനത്തെ മായം ചേർത്ത പെട്രോൾ തന്നെ. മായം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ കുറേ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ അതിനേക്കാളുപരി ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഇതായിക്കൊണ്ടിരിക്കുകയാണ് E20 എന്ന് പറയുന്ന പെട്രോൾ. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന കസ്റ്റമറേക്കാളുപരി വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പുകാരാണ്, മെക്കാനിക്കുകളാണ്. ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ നമ്മുടെ നിസ്സഹായാവസ്ഥ നമ്മൾ കൃത്യമായിട്ട് പറയുകയാണ്. അതിനേക്കാൾ ഇത് നമ്മൾ പറഞ്ഞ് മടുത്തിട്ട് നമ്മളെന്താ ചെയ്തേക്കണേന്ന് വെച്ചാൽ, നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ തന്നെ എഴുതി ഒട്ടിച്ച് വെച്ചേക്കാണ്. ഇതാണ്ട കറക്റ്റായിട്ട് എഴുതി ഒട്ടിച്ച് വെച്ചേക്കാം ഈ ഇപ്പോഴത്തെ പെട്രോളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് കൃത്യമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്, വരും എന്നുള്ള കേസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡെയിലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കംപ്ലൈൻറ്റാണ്. ഒരു 10 വണ്ടി വന്നാൽ 8 വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലൈൻറ്റാണ്. നമുക്കതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. സ്വാഭാവികമായിട്ടും ആൾക്കാർ പറയുക അതിക്ക് മുമ്പൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. 2022 തുടങ്ങിയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പ്യുവർ പെട്രോളല്ല. 2022 തുടങ്ങി അത് 10% എത്തനോൾ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. 2022 തുടങ്ങി. അന്ന് അത്രയും പ്രശ്നങ്ങളില്ല. നമുക്ക് കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു വണ്ടിക്കൊക്കെയാണ് കംപ്ലൈൻറ്റ് വരാറ്. എന്നാൽ നേരെ മറിച്ച് നമുക്ക് 2026 ഏപ്രിൽ തുടങ്ങി നമുക്ക് ഇങ്ങടേക്ക് കിട്ടണത് 20% മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. 2026 ഏപ്രിൽ തുടങ്ങിയിട്ട് കേട്ടോ. 2026 ഏപ്രിൽ തുടങ്ങി എല്ലാ പമ്പുകളും, ഇന്ത്യയിലുള്ള ഏത് പമ്പിൽ ചെന്നാലും നമുക്ക് എത്തനോൾ മിക്സ് ചെയ്ത പെട്രോൾ അല്ലാണ്ട് വേറെ കിട്ടില്ല. അതിക്ക് മുമ്പ് ഭാഗികമായിട്ട് ഓരോ സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഏത് പമ്പിൽ ചെന്നാലും ഇത് മാത്രമാണ് കിട്ടാനുള്ളൂ, ഇന്ത്യയിൽ എവിടെ ചെന്നാലും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാന്നുള്ളത്. അതിന് ശേഷമാണ് ഈ കംപ്ലയിൻസുകൾ വളരെ കൂടുതലായിട്ട് വന്നേക്കണേ. നമ്മൾ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ സ്പെയർ പാർട്സ് കടകൾ അന്വേഷിച്ചറിയാം, ഒരു മാസത്തിൽ 10, 100, 150 കാർബറേറ്ററുകളാണ് ഓരോ വണ്ടിക്ക് വേണ്ടിയിട്ട് ഓരോ ഷോപ്പുകാരും സെയിൽ ചെയ്യണത്, കച്ചവടത്തിന് വേണ്ടിയിട്ട് കൊടുക്കണത്. അപ്പോൾ അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഈ കാശ് മുടക്കിയിട്ട് നമ്മളിപ്പോൾ കാർബറേറ്റർ പുതിയത് നിങ്ങൾ മേടിച്ച് വെച്ചു എന്ന് വരുന്നത്. ഇപ്പോൾ ഞാനത് അയച്ചൊന്ന് റിപ്പയർ ചെയ്ത് നോക്കാം. ഓവർഫ്ലോ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റി പുതിയത് വെക്കേണ്ടി വരും, വേറെ മാർഗ്ഗമില്ല. ഇപ്പോൾ ഹോണ്ടയിൽ ഇപ്പോൾ ഒരു മെച്ചം കിട്ടിയാണ് അതിൻ്റെ റേറ്റ് കുറച്ചിട്ടുണ്ട്. 2,000 രൂപയുടെ ഉള്ളിൽ വന്ന രീതിയിൽ കാർബറേറ്റർ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള കമ്പനികളുടെ അങ്ങനെയല്ല. ഇപ്പോൾ യൂണിക്കോണിൻ്റെയൊക്കെ വരും 5,500, 6,000 രൂപയ്ക്കാണ് അതിന് റേറ്റ് വരാം. ഇതിലേക്ക് വരുമ്പോൾ ഒരു 2,000 രൂപയുടെ ഉള്ളിൽ നമുക്ക് കാർബറേറ്റർ കിട്ടും.
ഇനി നമ്മൾ അതിനും പ്രോത്സാഹിപ്പിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ പുതിയ കാർബറേറ്റർ വെച്ചാലും ഉപയോഗിക്കാൻ കിട്ടുന്നത് ഈ സെയിം പെട്രോളാണ്. ഇതേപോലെ തന്നെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാദ്യം മനസ്സിലാക്കാം. അപ്പോൾ അതിക്ക് മുമ്പ് നമ്മൾ പല വണ്ടികളും ഉപയോഗിച്ചിട്ടുണ്ടാവും. പഴയ വണ്ടികൾക്കൊന്നും വർഷങ്ങൾ പോലും ഇതേപോലത്തെ കംപ്ലയിൻ്റ് ഇല്ലാണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾക്ക് ഈ കംപ്ലയിൻറ്റ് വരാനുള്ള കാരണമായിട്ടുള്ള ഈ പെട്രോൾ ഇറങ്ങാൻ തുടങ്ങിയിട്ട് 2026 ഏപ്രിൽ മാസം തുടങ്ങിയിട്ടാണ് നമുക്ക് രാജ്യവ്യാപകമായിട്ട് എല്ലാ പമ്പുകളിലും ഈ പെട്രോൾ വന്നു തുടങ്ങിയേക്കണേ. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏപ്രിൽ എന്ന് പറഞ്ഞാൽ മെയ് ജൂൺ ജൂലൈ 3-4 മാസമായിട്ടുള്ളൂ. അതിനുള്ളിൽ ചുരുങ്ങിയത് നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു 100 കാർബറേറ്റർ നമ്മൾ വണ്ടികളിൽ മാറ്റി വിട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് എല്ലാ വർക്ക്ഷോപ്പുകാരും എല്ലാ വർക്ക്ഷോപ്പുകളിലും മാറ്റുന്നത്. എല്ലാ വണ്ടിയുടെയും ബുള്ളറ്റ് ഇതുപോലെ യൂണിക്കോൺ തുടങ്ങിയിട്ട് ഏത് വണ്ടിയുടെയും കാർബറേറ്റർ മോഡൽ വണ്ടികളുടെ എല്ലാത്തിൻ്റെയും കാർബറേറ്ററുകൾ കംപ്ലയിൻറ്റ് വരാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് വർക്ക്ഷോപ്പുകാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. സ്പെയർ പാർട്സ് തന്നെ കമ്പനീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് പെട്രോൾ തന്നെ ഗവൺമെൻറ്റാണ് അതിൻ്റെ കുറ്റക്കാർ. അതിനകത്ത് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനുമില്ല കേട്ടോ. അപ്പോൾ അവസ്ഥ ഞങ്ങളുടെ അവസ്ഥയും കൂടി മനസ്സിലാക്കിയിരിക്കുക. ഇതിപ്പോൾ ഞാൻ അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നു. നമുക്ക് അതിനകത്ത് വേറെ ലേബർ ചാർജോ കാര്യങ്ങളൊന്നും നമ്മൾ മേടിക്കണില്ല. ഫ്ലോട്ട് വാൽവൊക്കെ ക്ലീൻ ചെയ്താൽ ഇതേപോലെ തന്നെ റീസെറ്റ് ചെയ്യാം. റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ അസംബ്ലി നമ്മൾ പൈസ കൊടുത്ത് തന്നെ മാറ്റേണ്ടി വരും. വേറെ അതിനകത്ത് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. പൈസ കൊടുത്ത് മാറ്റേണ്ടി വരും. കാർബറേറ്റർ അസംബ്ലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കാർബറേറ്റർ അസംബ്ലി നമ്മൾ അവിടെ നിന്ന് എടുത്ത് വണ്ടിയുമേക്ക് കയറ്റി കഴിഞ്ഞാൽ തൊട്ടടുത്ത സെക്കൻഡ് തുടങ്ങി നമുക്ക് അതുമ്പോൾ വാറണ്ടി ഇല്ല എന്നുള്ളതാണ്. പെട്രോൾ അതിനകത്തേക്ക് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്രോൾ അതിനകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ വാറണ്ടി ഒരൊറ്റ കമ്പനിയും തന്നില്ല. നമുക്ക് കംപ്ലയിൻറ്റ് വന്നാൽ പോലും മാറ്റി തരില്ല. ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു 1-2 ദിവസം വണ്ടി ഉപയോഗിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം വണ്ടി എടുക്കുമ്പോൾ ഒന്നോലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കും. അതല്ലെങ്കിൽ വണ്ടി ഓടുന്ന സമയത്ത് മിസ്സിങ് ആയിരിക്കും. അതിനേക്കാൾ ഏറ്റവും ദൂഷ്യഫലം ചെയ്യുന്നത് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റാണ്. പെട്രോൾ വെറുതെ താഴേക്ക് ചാടി പോകും. നമ്മൾ ഈ 100, 120, 110, 115 രൂപ കൊടുത്തിട്ട് ഈ മായം കലർന്ന പെട്രോളാണ് കിട്ടണത് തന്നെ. അത് തന്നെ ഇതേപോലെ പെട്രോൾ താഴേക്ക് ചാടി പോകുന്ന സിറ്റുവേഷൻ വരും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഞങ്ങളുടെ മെക്കാനിക് എന്ന നിലയിലുള്ള അവസ്ഥ കൂടി കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തും കൂടി മനസ്സിലാക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഇതാണ് അവസ്ഥ. നമ്മളിപ്പോൾ ഒരു ചെയ്യണ വണ്ടി ഒരു പ്രാവശ്യം ചെയ്യേണ്ട കേസ് ഇപ്പോൾ നമ്മളൊരു 3 പ്രാവശ്യം 4 പ്രാവശ്യമെങ്കിലും കാർബറേറ്ററിൻ്റെ ഭാഗത്തിട്ട് മെയിൻ്റനൻസ് ചെയ്താലാണ് വണ്ടി തൽക്കാലം വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ ഇറക്കി വിടാൻ പറ്റുക. ഞങ്ങൾ ആദ്യമൊക്കെ വണ്ടികൾ എടുത്ത് വെച്ച് നമ്മൾ ചെയ്യാറുന്നു. ഇപ്പോൾ ഒരൊറ്റ വണ്ടി നമ്മൾ മേടിച്ച് വെക്കുന്നില്ല. കാരണം വണ്ടി കൊണ്ടുവന്ന് ഇവിടെ വെച്ച് 1-2 ദിവസം കൂടി ഇരിക്കേണ്ടി വന്നാൽ 3-ാമത്തെ ദിവസം കംപ്ലയിൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരൊറ്റ വണ്ടി നമ്മൾ എടുത്ത് പോലും വെക്കണില്ല. ബുക്ക് ചെയ്തിട്ട് അതാ ദിവസം വരുന്നു, അതാ ദിവസം പോകുന്നു, എന്നിട്ടും കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും എത്രത്തോളം ഈ ജാതി പെട്രോൾ നമുക്ക് ദൂഷ്യം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള ദിവസം മനസ്സിലാക്കാം. അതിനകത്ത് പരമാവധി വണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുക. പിന്നെ പവർ പെട്രോളിലേക്ക് മാറുമ്പോൾ അതിനകത്തും ഈ എത്തനോൾ കണ്ടൻറ്റ് ഉണ്ട്. പക്ഷേ അതിനകത്തേക്ക് മാറ്റണ വണ്ടികൾ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയിട്ടില്ല. കണ്ടു തുടങ്ങിയുള്ളതെന്ന് അതിൻ്റെ കംപ്ലയിൻസിൻ്റെ റേഷ്യോ ഒരല്പം കുറവായിട്ട് കാണുന്നുണ്ട്. അതും നമ്മൾ ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാണ് നിലവിലെ അവസ്ഥ. ഞാൻ ആ രീതിയിൽ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓവർഫ്ലോ കംപ്ലയിൻറ്റ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓവർഫ്ലോ വരാനുള്ള സാധ്യത 99%. ഞാൻ 1% നമ്മൾ ഓവർഫ്ലോ വരാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യം നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം. ഇനി അതല്ല കംപ്ലയിൻറ്റ് ഈ 99% ഉൾപ്പെട്ട് പെട്രോൾ ഓവർഫ്ലോ വന്നാൽ വരാനുള്ള സാധ്യതയാണ് ഞാൻ പറഞ്ഞ 99%. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടി വരും. ഇനി അങ്ങനെ പുതിയത് വെച്ചാൽ പോലും അതിനൊരു വാറൻറ്റിയോ ഗ്യാരൻറ്റിയോ ഒരു സ്ഥലത്തുനിന്നും കിട്ടാൻ പോകുള്ളൂ. അപ്പം ഞാനെന്നല്ല ഹോണ്ട കമ്പനി പോലും തരുന്നില്ല കേട്ടോ. അതറിഞ്ഞിരിക്കുക. ഞാൻ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ക്ലോസ് ചെയ്യാം കേട്ടോ.